ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾ 2, അതായത് നമ്പർ തിയറി, മെട്രിക്സ് എന്നീ പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ എയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു സിമെട്രിക് മെട്രിക്സിലെ എയുടെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. HSA 2022 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ കേസിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? എ തന്നെ ആയിരിക്കും. എന്താണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? റോയും കോളവും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, അതായത് ഫസ്റ്റ് റോയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റോയിലെ ടേംസ് ഉണ്ടല്ലോ, അതിന് ഫസ്റ്റ് കോളം വൈസ് എഴുതുക. അതുപോലെ സെക്കൻഡ് റോയിലുള്ള ടേംസിന് സെക്കൻഡ് കോളം ആക്കി എഴുതുക. ഇതാണ് എന്ത് പറയുന്നത്? ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാലും സെയിം എ തന്നെ കിട്ടും. അതാണ് സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഗിവൺ മെട്രിക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ്. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് സെയിം മെട്രിക്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ആദ്യത്തെ ഫസ്റ്റ് റോ കണ്ടോ, 1a + b + c b - c. അതിന് നമ്മൾ എങ്ങനെയാക്കി എഴുതിയിട്ടുണ്ട്? ഫസ്റ്റ് കോളം വൈസ് ആണ് എഴുതിയിട്ടുള്ളത്. 1a + b + c b - c. അതുപോലെ സെക്കൻഡ് റോ 7 2 2, അതിന് നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് കോളം ആക്കി എഴുതുന്നു. അതുപോലെ തേർഡ് റോ 0 c 3, അതിന് നമ്മൾ തേർഡ് കോളം വൈസ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് ആവണമെങ്കിൽ എ ട്രാൻസ്പോസും എയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ a + b + c എന്ന് പറയുന്നത് 7 ആയിരിക്കും, b - c എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ c എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് എഴുതി കൊടുക്കാം. സിയുടെ വാല്യൂ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം സിയുടെ വാല്യൂ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ട് വേരിയബിൾ ഉള്ളത് b - c. b - c = 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് സെക്കൻഡ് ഇക്വേഷൻ ആക്കി എടുക്കുന്നു. നെക്സ്റ്റ് a + b + c = 7 എന്നുള്ളത് തേർഡ് ഇക്വേഷൻ ആക്കി എടുക്കുന്നു. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്തായിരുന്നു? എയുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ c കിട്ടിയിട്ടുണ്ട്, 2 ആണ്. b - c യിൽ നിന്നും b ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ബിയും സിയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടെ നിന്ന് നമുക്ക് എയുടെ വാല്യൂവും കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എടുക്കണം. ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എന്താ വരുന്നത് നോക്കൂ. b - c = 0 ആണല്ലോ. അതിൽ സിയുടെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ b - 2 = 0 എന്ന് വന്നു. ഓക്കെ, b - 2 = 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ എന്ത് കിട്ടും? 2ന്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ b = 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്? 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിയുടെ വാല്യൂ 2 എന്ന് കിട്ടി, അതുപോലെ ബിയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ഇനി എന്താ വേണ്ടത്? എയുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എ ഫൈൻഡ് ചെയ്യാം. അതിനായിട്ട് തേർഡ് ഇക്വേഷൻ എടുക്കുന്നു. തേർഡ് ഇക്വേഷനിൽ നോക്കൂ, തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് a + b + c = 7 എന്നാണ്. അതിൽ ബിയുടെ വാല്യൂ 2ഉം സിയുടെ വാല്യൂ 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, a + 4 = 7 എന്ന്. ഓക്കെ, അതിൽ നിന്നും a എന്ന് പറയുന്നത് എന്ത് വരും? 7 - 4 ആണ്, ദാറ്റ് ഈസ് 3 എന്ന് കിട്ടും. ഓക്കെ, എയുടെ വാല്യൂ എന്ത് കിട്ടിയിട്ടുണ്ട്? 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡിഫറെൻറ്റ് മെട്രിക്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇവയെല്ലാം അറിയാം. ഓക്കെ, പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും പ്രോപ്പർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും, ടൈപ്സ് ഓഫ് മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഓരോ മെട്രിക്സിൻ്റെയും പ്രോപ്പർട്ടി എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇത് HSA 2016 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വിലകളുടെ തുക എത്ര? ഓക്കെ, അപ്പോൾ ഐഗൺ വില എന്ന് പറയുന്നതിൻ്റെ മലയാളം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇംഗ്ലീഷിന് മലയാളീകരിച്ചാണ് ചോദ്യം ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ ഇംഗ്ലീഷ് ടേം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. തന്നിരിക്കുന്നത് ഒരു 4x4 മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഐഗൺ വാല്യൂസിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഐഗൺ വാല്യൂസ് ഒന്നും ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് പ്രോപ്പർട്ടീസാണുള്ളത്. അതായത് ഐഗൺ വിലകളുടെ തുക എന്ന് പറയുന്നത് ട്രൈസിന് ഈക്വൽ ആണ്. ഐഗൺ വാല്യൂസിൻ്റെ സമ്മ്
ഓക്കെ, ഐഗൻ വാല്യൂസിൻ്റെ തുക എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ട്രൈസ്, ഒരു മെട്രിക്സിൻ്റെ ട്രൈസിന് ഈക്വൽ ആണ്. എന്താണ് ഒരു മെട്രിക്സിൻ്റെ ട്രൈസ് എന്ന് പറയുന്നത്? ഡയഗണിൽ വരുന്ന എലമെൻസിൻ്റെ സമ്മാണ് ട്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയഗണിലുള്ള എലമെൻസിൻ്റെ സമ്മ്. ഇവിടെ ഡയഗണിൽ ഏതെല്ലാം എലമെൻസ് ആണ് വരുന്നത് നോക്കൂ. ഡയഗണൽ എലമെൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇത് കണ്ടോ, ഇതാണ് ഡയഗണൽ എലമെൻറ്റ്സ് 2, 3, 4, 1. ഇവയുടെ സം ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ട്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഐഗൻ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ട്രൈസ്, അതായത് മെയിൻ ഡയഗണിലുള്ള എലമെൻസിൻ്റെ സം. ഇത് തന്നെയായിരിക്കും എന്ത് വരുന്നത്? ഐഗൻ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത്. ഇനി പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ്, അതായത് ഐഗൻ വാല്യൂസിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് എപ്പോഴും ഡിറ്റർമിനൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഐഗൻ വാല്യൂസിൻ്റെ ഗുണനഫലം അഥവാ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റിന് ഈക്വൽ ആണ്. ഇവിടെ നോക്കൂ, ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. അപ്പോൾ സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ട്രൈസിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രൈസ് 2, 3, 4, 1 ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഏതാണ്? 10 ആണ് ആൻസർ വന്നിട്ടുള്ളത്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഐഗൻ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് ട്രൈസിന് ഈക്വൽ ആണ്. ട്രൈസ് എന്ന് പറയുന്നത് മെയിൻ ഡയഗണിലുള്ള എലമെൻസിൻ്റെ സമ്മാണ്. ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ 10 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത് നോക്കൂ, എയും ബിയും എണ്ണൽ സംഖ്യകളാണ്. ഓക്കെ, എ ബി എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2016 ചോദിച്ചിട്ടുള്ള തന്നെയാണ്. എയും ബിയും എണ്ണൽ സംഖ്യകളാണ്. A² - B² എന്നത് ഒരു അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ ആണ്. ഓക്കെ, എയും ബിയും എണ്ണൽ സംഖ്യയാണ്. A² - B² എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. എങ്കിൽ A² - B² ഈക്വൽ ടു എത്ര? ഓക്കെ, എങ്കിൽ A² - B² എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. A+B, A-B, AB, 1 ഇങ്ങനെയാണ് ഓപ്ഷൻസും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് നോക്കാം. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് 1ഉം ആ നമ്പർ മാത്രമേ വരികയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് എന്ത് പറയുന്നത്? അഭാജ്യ സംഖ്യ. വേറെ വിഭജിക്കാൻ കഴിയാത്ത സംഖ്യയാണ് ഏത്? അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ A² - B² ജനറൽ ഇക്വേഷൻ എന്താ? A² - B² എന്ന് പറഞ്ഞാൽ ജനറൽ ഇക്വേഷൻ എന്താണ്? A+B × A-B. ഓക്കെ, A+B × A-B ആണ് A² - B² ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. A² - B² എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. ഓക്കെ, A² - B² എന്ന് പറയുന്നത് എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. A² - B² വിഭജിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് A+B × A-B എന്ന് എഴുതാമെങ്കിലും അതിൽ ഒരു നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. വിഭജിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു നമ്പർ എന്താവാനാണ് സാധ്യത? 1 ആവാനാണ് സാധ്യത. ക്ലിയർ ആണല്ലോ? ഇനി എയും ബിയും എണ്ണൽ സംഖ്യകളാണെങ്കിൽ അതിൻ്റെ തുകയും ഒരു എണ്ണൽ സംഖ്യ തന്നെ ആയിരിക്കില്ലേ? ഓക്കെ, എയും ബിയും എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 1, 2, 3 എക്സെട്ര. അപ്പോൾ മിനിമം 2 എങ്കിലും വരണ്ടേ? അപ്പോൾ A+B ഒരിക്കലും എന്താവില്ല? 0യോ 1ഓ ആവില്ല. A-B എന്ന് പറയുന്നത് എന്താവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്? 1 ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? A² - B² എന്ന് പറയുന്ന ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ അതിനെ A+B × A-B എന്ന് എഴുതിയാലും ഇതിൽ ഒരു നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 1 ആവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ A+B ആവാൻ സാധ്യതയില്ല. കാരണം എയും ബിയും എണ്ണൽ സംഖ്യകളാണ്. അതിൻ്റെ തുക 1 ആവാനുള്ള സാധ്യതയില്ല. A-B ആണ് 1 വരാൻ ഒരു പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ A-B 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ A² - B² അഭാജ്യ സംഖ്യ ആയതുകൊണ്ടാണ് നമ്മൾ A-B 1 എന്ന് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ A² - B² എന്ന് പറയുന്നത് എന്ത് വരും? A+B × A-B A-B എന്ന് പറയുന്നത് 1 ആണെങ്കിൽ A² - B² എന്ന് പറയുന്നത് എന്ത് തന്നെ വരും? A+B തന്നെ വരും. ഓക്കെ, A+B തന്നെ വരാനാണ് സാധ്യത. അതായത് ആൻസർ ഓപ്ഷൻ എ. വ്യക്തമായല്ലോ? A² - B² എന്ന് പറയുന്നത് A+B × A-B എന്ന് എഴുതാം. A² - B² ഒരു അഭാജ്യ സംഖ്യ ആയതിനാൽ ഇതിനെ നമുക്ക് വിഭജിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനർത്ഥം എന്തായിരിക്കും? അതിൽ ഒന്നെന്നുള്ളത് അതിലൊരു ടേം 1 ആവാനാണ് പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കാം. 2^245 ഓക്കെ, 2^245 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്ര? 2^245 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്ര? അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നോക്കൂ, ഫെർമാൻസ് തിയറം യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫെർമാൻസ് തിയറത്തിൽ പറയുന്നത് എന്താണ്? ഫെർമാൻസ് തിയറത്തിൽ A⁻p−1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നാണ്. ഓക്കെ, ഫെർമാൻസ് തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. ഡിവിസിബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറം.
എ റേസ് ടു പി മൈനസ് വൺ എന്ന് പറയുന്നത് കോൺഗ്രുവൻ ടു 1 മോഡ് പി. ഓക്കെ, എ റേസ് ടു പി മൈനസ് വൺ എന്ന് പറയുന്നത് എന്താണ്? കോൺഗ്രുവൻ ടു 1 മോഡ് പി. അതായത് ഇതിനർത്ഥം എ റേസ് ടു പി മൈനസ് വണ്ണിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നു എന്നാണ്. എ റേസ് ടു പി മൈനസ് വണ്ണിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടുന്നു? 1 കിട്ടുന്നു എന്നാണ്. അപ്പോൾ ഈ ഫെർമാറ്റ്സ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പി എന്ന് പറയുമ്പോൾ പ്രൈം നമ്പർ ആണ്. ഓക്കെ, പി എന്ന് പറയുന്നത് പ്രൈം നമ്പറും അതുപോലെ ജി സി ഡി ഓഫ് എ കോമ പി എന്ന് പറയുന്നത് 1 ആവണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. പി എന്ന് പറയുന്നത് എന്താണ്? പി പ്രൈം ആയിരിക്കണം. ഓക്കെ, പി എന്ന് പറയുന്നൊരു പ്രൈം ആയിരിക്കണം. അതുപോലെ ജി സി ഡി ഓഫ് എ കോമ പി, ഓക്കെ, എ പി എന്നിവയുടെ ജി സി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതായത് കോമൺ ഫാക്ടർ ഉണ്ടാവാൻ പറ്റില്ല, 1 ആയിരിക്കണം. പി എന്ന് പറയുന്നത് പ്രൈമും ആയിരിക്കണം. ഇവിടെ 11 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ലേ? ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള 11 പി എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ്. എയുടെ വാല്യൂ എത്രയാ? 2 ആണല്ലേ? ഫെർമാറ്റ്സ് തിയറത്തിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആയിട്ട് എടുക്കുന്നു. അതുപോലെ ജി സി ഡി ഓഫ് എ കോമ പി 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ജി സി ഡി ഓഫ് 2,11 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഫെർമാറ്റ്സ് തിയറം അനുസരിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പിയുടെ വാല്യൂ എത്രയാണ്? 11 ആണ് അല്ലേ? പി എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. അപ്പോൾ പിക്ക് പകരം 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്: 2 റേസ് ടു 10. പി മൈനസ് 1 എന്ന് പറഞ്ഞാൽ 11 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണല്ലോ. അപ്പോൾ 2 റേസ് ടു 10 കോൺഗ്രുവൻ ടു 1 മോഡ് പി, ദാറ്റ് ഈസ് 11. ക്ലിയർ ആണല്ലോ? 2 റേസ് ടു 10 കോൺഗ്രുവൻ ടു 1 മോഡ് 11 എന്ന് കിട്ടും. 2 റേസ് ടു 10 കോൺഗ്രുവൻ ടു 1 മോഡ് 11 ഫെർമാറ്റ്സ് തിയറം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഫെർമാറ്റ്സ് തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന്. ഓക്കെ, കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പരിചയമാകുമ്പോൾ പിന്നെ എളുപ്പമായി തോന്നും. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവർ, അതായത് കുറേ ഗ്യാപ്പുകൾക്ക് ശേഷം കാണുന്നവർക്കാണെങ്കിൽ ഒരു കൺഫ്യൂഷനും മനസ്സിലാവാത്ത പോലെ ഉണ്ടായിരിക്കും. പക്ഷേ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു തിയറം യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു നല്ല ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 റേസ് ടു 10 കോൺഗ്രുവൻ ടു 1 മോഡ് 11 ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താ? 2 റേസ് ടു 11 അല്ല, 2 റേസ് ടു 245 ആണ്. ഓക്കെ, 2 റേസ് ടു 245 ആണ്. അപ്പോൾ നമുക്കിതിനെ ചെയ്യാനുള്ളത് റേസ് ടു 24 എടുത്തു കഴിഞ്ഞാൽ 240 വരെ കിട്ടില്ലേ? ഓക്കെ, 2 റേസ് ടു 10നെ ഹോൾ റേസ് ടു 24 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 റേസ് ടു 240 കിട്ടും. ഓക്കെ, 2 റേസ് ടു 10നെ ഹോൾ റേസ് ടു 24 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 റേസ് ടു 40 കിട്ടും. അപ്പോൾ റേസ് ടു 24 ഇവിടെ മാത്രം ചെയ്താൽ പോരെ, രണ്ട് സൈഡിലും ചെയ്യണം. ഓക്കെ, രണ്ട് സൈഡിലും റേസ് ടു 24 ചെയ്യണമെങ്കിൽ രണ്ട് സൈഡും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 2 റേസ് ടു 240യും റൈറ്റ് സൈഡിലാണെങ്കിൽ 1 റേസ് ടു 24, ദാറ്റ് ഈസ് 1 തന്നെ കിട്ടും. 2 റേസ് ടു 240 കോൺഗ്രുവൻ ടു 1 മോഡ് 11 എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 റേസ് ടു 240 കോൺഗ്രുവൻ ടു 1 മോഡ് 11 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഡിവിസിബിലിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ഫെർമാറ്റ്സ് തിയറത്തിൽ പറയുന്നത് എ റേസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻ ടു 1 മോഡ് പി എന്നാണ്. അതിൽ പി എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആവണമെന്നും എയുടെയും പിയുടെയും ജി സി ഡി 1 ആവണമെന്നും എല്ലാം കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അതായത് കോമൺ ഫാക്ടർ 1 ആവണമെന്ന് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നു. പി എന്ന് പറയുന്നത് 11 ആണ്, എ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ജി സി ഡി ഓഫ് 2ഉം 11ഉം എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാം. ഫെർമാറ്റ്സ് തിയറം അനുസരിച്ചിട്ട് ഇവിടെ പിക്കും എയ്ക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 റേസ് ടു 10 കോൺഗ്രുവൻ ടു 1 മോഡ് 11 എന്ന് കിട്ടും. പക്ഷേ ചോദ്യം 2 റേസ് ടു 245നെയാണ്. ഓക്കെ, അപ്പോൾ അതിനോട് അടുത്ത് എത്തിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റേസ് ടു 24 എടുക്കുമ്പോൾ രണ്ട് സൈഡിലും എടുക്കണം. അങ്ങനെ റേസ് ടു 24 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 240 കോൺഗ്രുവൻ ടു 1 മോഡ് 11 എന്ന് കിട്ടും. അതായത് 240നെ 11 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം എന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനിയും പോരാ അല്ലേ? 2 റേസ് ടു 245 ആണ്. ഓക്കെ, റേസ് ടു 2 റേസ് ടു 5ൻ്റെ ഒരു കുറവുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ രണ്ട് സൈഡിലും 2 റേസ് ടു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 2 റേസ് ടു 240ൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? 2 റേസ് ടു 5 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ ഇവിടെയും ഈ ഭാഗത്തും ചെയ്യണം. ഓക്കെ, ഫെർമാറ്റ്സ് തിയറത്തിനെ ബേസ് ചെയ്തിട്ട് ഡിവിസിബിലിറ്റിനെ ബേസ് ചെയ്തിട്ടും കുറേ കോൺഗ്രുവൻസ് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് കുറേ തിയറംസും പ്രോപ്പർട്ടീസും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചെങ്കിൽ മാത്രമാണ് ഇതിലെ ഏത് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും 2 റേസ് ടു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ രണ്ട് സൈഡിലും 2 റേസ് ടു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റെപ്പാണിത്. 2 റേസ് ടു 240 ഇൻറ്റു 2 റേസ് ടു 5 അതെന്തായി മാറും? 2 റേസ് ടു 245 ആകും. അതായത് ഒരു റൂൾ ഉണ്ട്, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ ആണ്.
ഓക്കെ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 റേസ് ടു 40യും 2 റേസ് ടു 5ഉം കൂടി ചേർത്തിട്ട് 2 റേസ് ടു 245 എന്ന് എഴുതാം. കോൺഗ്രുവൻറ്റ് ടു 2 റേസ് ടു 5 മോഡ് 11. ഓക്കെ, ദാറ്റ് ഈസ് 2 റേസ് ടു 245 കോൺഗ്രുവൻറ്റ് ടു 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 32 ആണ് അല്ലേ? 32 മോഡ് 11 എന്ന് പറഞ്ഞാൽ എന്താ ഈ 32 മോഡ് 11 എന്ന് പറയുന്നത്? 32നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ. ഓക്കെ, 32 മോഡ് 11 എന്ന് പറഞ്ഞാൽ 32നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ്. അപ്പോൾ 32നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം പോവും. പിന്നെ ബാക്കി നമുക്ക് 10 ആണ് റിമൈൻഡർ കിട്ടുന്നത്. ശിഷ്ടമായിട്ട് 10 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2 റേസ് ടു 245 കോൺഗ്രുവൻറ്റ് ടു 10 മോഡ് 11 എന്ന് എഴുതാം. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 2 റേസ് ടു 245നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്നത് 10 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിനടുത്തൊരു ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 23ന്റെ ഗുണിതം ഏത്? ഓക്കെ, താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 23ന്റെ ഗുണിതം ഏത് എന്നാണ് ചോദ്യം. 23ന്റെ ഗുണിതം ഏത്? അപ്പോൾ ഗുണിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഫെർമാറ്റ്സ് തിയറത്തിൽ പറയുന്നത് എന്താണ്? എ റേസ് ടു p - 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് p ആണ്. ഇവിടെ p ഏതാണ്? പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പർ ആണ് p എന്ന് പറയുന്നത്. എത്രയാ? 23 പ്രൈം നമ്പർ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അത് വെച്ച് നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫെർമാറ്റ്സ് തിയറത്തിൽ പറയുന്നത് എ റേസ് ടു p - 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് p എന്ന് പറഞ്ഞാൽ എ റേസ് ടു p - 1നെ p കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ 1 ശിഷ്ടം വേണ്ട, നമുക്കത് പൂർണ്ണമായിട്ടും ഹരിച്ചു പോവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ റേസ് ടു p - 1 മൈനസ് 1 ചെയ്താൽ പോരെ? ഓക്കെ, എ റേസ് ടു p - 1 മൈനസ് 1 ചെയ്താൽ മതി. അതായത് 11നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 1 കിട്ടില്ലേ? ഓക്കെ, 11 എന്ന സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ശിഷ്ടം വേണ്ട, 10ന്റെ ഗുണിതമാവണം എന്നുണ്ടെങ്കിൽ ഈ 11ൽ നിന്ന് ആ ശിഷ്ടമുള്ള 1 കുറച്ചാൽ പോരെ? അല്ലെങ്കിൽ 12നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരും? 2 വരും. അപ്പോൾ പൂർണ്ണമായിട്ടും ഹരിച്ചു പോകണമെങ്കിൽ ആ 12ൽ നിന്ന് ഈ ശിഷ്ടമല്ലേ കുറയ്ക്കേണ്ടത്? അതുപോലെ എ റേസ് ടു p - 1നെ p കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ എ റേസ് ടു p - 1 പിയിൽ പൂർണ്ണമായിട്ടും ഹരിച്ചു പോകണമെങ്കിൽ അല്ലെങ്കിൽ പിൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ എ റേസ് ടു p - 1 മൈനസ് 1 ചെയ്താൽ മതി. അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, എ റേസ് ടു p - 1 മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? പിയിൽ ഡിവിസിബിൾ ആയിരിക്കും. എ റേസ് ടു p - 1 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? പിയിൽ ഡിവിസിബിൾ ആയിരിക്കും. പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 23 ആണ് അല്ലേ? പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 23 ആണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 23ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ 23ൽ ഡിവിസിബിൾ ആയിരിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ ഓപ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എല്ലാത്തിലും 15 ഉണ്ടല്ലോ. അപ്പോൾ 15 എന്റെ വാല്യൂ നമുക്ക് 15 ആയിട്ട് എടുക്കാം. p - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? p 23 ആണെങ്കിൽ p - 1 എന്ന് പറയുന്നത് 22 ആകും. അപ്പോൾ 15 റേസ് ടു 22 മൈനസ് 1 എന്നുള്ളത് ഏതിൽ ഡിവിസിബിൾ ആണ്? 23ൽ ഡിവിസിബിൾ ആണ്. 15 റേസ് ടു 22 മൈനസ് 1 എന്നുള്ളത് 23ൽ ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എഴുതിയെടുക്കാം. ഓപ്ഷൻ സി എടുക്കാം. ഓക്കെ, പി എന്ന് പറയുന്നത് ഇവിടെ 23 എടുക്കുന്നു. ദെൻ എ റേസ് ടു 23 മൈനസ് 1 എന്ന് പറയുന്നത് 23 മൈനസ് 1 ദാറ്റ് ഇസ് എ റേസ് ടു 22 മൈനസ് 1 എന്ന് പറയുന്നത് 23ൽ ഡിവിസിബിൾ ആയിരിക്കും. അതുപോലെ GCDയും ചെക്ക് ചെയ്യണം കേട്ടോ. ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനും കൂടി അവിടെ ചെക്ക് ചെയ്ത് നോക്കണം. പി എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആവണം. എയുടെയും പിയുടെയും GCD അവിടെ 1 ആയിരിക്കണം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 15 ആക്കി എടുക്കുകയാണെങ്കിൽ 15ന്റെയും 23ന്റെയും GCD എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കിട്ടുന്നത്. ഓക്കെ, 15 റേസ് ടു 22 മൈനസ് 1 ആണ് 23ന്റെ ഗുണിതമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ HSA മാത്തമാറ്റിക്സിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു ക്ലാസ്സുകൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.